രാവിലെ തന്നെ എനിക്ക് പണി തന്നൊരു ദിവസമായിരുന്നു. കോളേജിൽ പോകാൻ വേണ്ടി നിന്നപ്പം വണ്ടിയിൽ നിന്ന് എണ്ണ ലീക്കാവുന്നു എന്ന് എൻ്റെ അമ്മ 3-4 വട്ടം പറഞ്ഞു. പക്ഷേ ഞാൻ നോർമലി മണം വരുന്നതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. പക്ഷേ ഏതാണ്ട് നല്ല രീതിയിൽ ലീക്കായി. പിന്നെ കോളേജിൽ പോകാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചേട്ടനെ വിളിച്ച് പറഞ്ഞ ഞാൻ വിളിച്ച് വർക്ക്ഷോപ്പിൽ പറഞ്ഞോളാം, നേരെ വർക്ക്ഷോപ്പിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരുങ്ങിയിറങ്ങിയതാണ്. നേരെ ചാത്തന്നൂരാണ് വർക്ക്ഷോപ്പ്. അപ്പോഴത്തേക്ക് 2 എന്തിനേയും കൂട്ടിയിട്ടിരുന്നേ പാറുവിൻ്റെ കിളികളല്ല, കോഴിക്കുഞ്ഞുങ്ങൾ. പിന്നെ അവരെ എടുത്ത് അകത്ത് വെച്ച് നേരെ ഞാൻ വണ്ടിയുടെ അടുത്തോട്ട് പോയി. പക്ഷേ ആ സമയം ഞാൻ എന്ന് വെച്ചാൽ ചരിച്ചിട്ടിട്ട് നൂത്തപ്പോഴത്തേക്ക് ആ ലീക്കിങ് അങ്ങ് നിന്നായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചാൽ പോവണ്ട എന്നും പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അവൻ പറഞ്ഞ് മര്യാദയ്ക്ക് കൊണ്ടുപോകും, പിന്നെ കാണും സംഭവിച്ചാൽ ഞാൻ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് കാണും വല്ലതും സംഭവിക്കുക. പിന്നെ നേരെ ഫുൾ ടാങ്ക് അടിച്ചിട്ടിരുന്നതായിരുന്നു. നേരെ പിന്നെ പെട്രോൾ പമ്പിൽ ആ ലീക്കായപ്പം ഫുള്ളും പോയി. അങ്ങനെ പിന്നെ നേരെ വർക്ക്ഷോപ്പിൽ പോയി, പെട്രോൾ പമ്പിൽ പോയി എണ്ണയൊക്കെ അടിച്ചിട്ട് വർക്ക്ഷോപ്പിൽ പോയി. പിന്നെ തിരിച്ച് ഞാൻ അപ്പോഴൊരു 10-15 മിനിറ്റിനകം പണി കഴിഞ്ഞ് നേരെ ഞാൻ വീട്ടിൽ വന്ന് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു തണ്ണിമത്തൻ്റെ ജ്യൂസ് അടിക്കുന്നത്. വന്നതിന് ശേഷമാണ് ഞാൻ അടിച്ചത്. നല്ല ദാഹം ഉണ്ടായിരുന്നു, നല്ല വെയിലല്ലായിരുന്നു. നല്ല രീതി ക്ഷീണിച്ച് വന്നപ്പോഴത്തേക്കാണ് അവൾക്ക് വേണമെന്നും കൂടെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് ഒരു ഗ്ലാസ് നിറച്ച് ഞാൻ കുടിച്ച്. അപ്പം സംഭവം രാവിലെ ഞാൻ ഫുഡ് കഴിച്ചില്ലായിരുന്നു. അപ്പം ഇത് കുടിച്ചപ്പോൾ ആ വിശപ്പങ്ങ് പോയി. പിന്നെ വൈകിട്ടല്ല, ഒരു ഉച്ചയായപ്പോഴത്തേക്കും എനിക്ക് കൊട്ടിയം വരെ പോകണമായിരുന്നു, എൻ്റെ അമ്മാമ്മയുടെ ബാങ്കിൽ പലിശയൊക്കെ അടയ്ക്കാം. അങ്ങനെ പിന്നെ എൻ്റെ കൂടെ അനിയനും ഉണ്ട്. അപ്പോൾ അവന് ചാർജറിൻ്റെ വയറെങ്ങാണ്ട് വാങ്ങിക്കാനാണെന്ന് തോന്നുന്നു എൻ്റെ കൂടെ വന്ന്. ഞാനും വരാടി, നിനക്ക് വീഡിയോസൊക്കെ എടുത്ത് തരാമെന്നും പറഞ്ഞുകൊണ്ടാവും വന്ന്. അങ്ങനെ പിന്നെ വണ്ടി കൊട്ടിയത്താണ് വന്നത്. വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഞാനും അവനും കൂടെ കടയിലോട്ട് പോവാം. ഞാൻ ബാങ്കിലോട്ടും അവൻ കടയിലോട്ടും. കട ഇവിടെ തൊട്ടടുത്ത് തന്നെ, ബാങ്കും ഓപ്പോസിറ്റ് തന്നെ. അങ്ങനെ തന്നെ ഇതേ എൻ്റെ അനിയൻ. ഇതേ എൻ്റെ അനിയൻ. അപ്പോഴത്തേക്ക് അവനെ കടയിലോട്ട് കയറ്റി കാര്യം പറഞ്ഞിട്ട് പിന്നെ ഞാൻ ബാങ്കിലോട്ട് കയറിയപ്പോൾ അവിടെ ആരുമില്ല, തിരക്കൊന്നുമില്ല, ഒരാൾ പോലുമില്ല. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. ചെന്ന് പലിശയൊക്കെ അടച്ച് ഇറങ്ങി. എന്ന് വെച്ചാൽ 10-15 അല്ല, ഒരു 10-20 മിനിറ്റ് എടുത്ത്. കാരണം അവർ കണക്ക് കൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ വീണ്ടും ഞാൻ താഴെ വന്ന് അനിയനെ വിളിച്ച്, അമ്മാമ്മയ്ക്കും അനിയനും ചുമയായിരുന്നു. അപ്പോൾ അവർ കരിപ്പോട്ടി കാപ്പി വെച്ച് കുടിക്കുന്നത്. അങ്ങനെ പിന്നെ അവർ കാപ്പി വാങ്ങിക്കാൻ പറഞ്ഞ്, കരിപ്പോട്ടി വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അങ്ങാടിക്കടയിൽ നിന്ന് കരിപ്പോട്ടിയും അങ്ങാടിക്കടയല്ല ഇത്, അല്ലാതെ പലചരക്കടയിൽ നിന്ന് കരിപ്പോട്ടിയും വാങ്ങിച്ച് ഞാനും അനിയനും കൂടെ, കാരണം പാറുവിനെ വീട്ടിലാക്കിയിട്ട് വന്നതല്ലേ, അപ്പം അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചില്ലേ ഞങ്ങൾക്ക് വീട്ടിൽ കയറാനൊക്കത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ വണ്ടി എടുക്കാൻ പോകുന്ന ടൈമിൽ ഈ കടയിൽ നിന്ന് അപ്പോൾ ഷാർജ വാങ്ങിച്ച്. ഡെയിലി അവൻ ഇവിടുന്ന് കുടിക്കുന്നത്, സ്കൂളിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേ. അങ്ങനെ അവൻ പറയടി ഇതിന്ന് വാങ്ങിച്ച് കുടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് 70 രൂപയ്ക്കോ 80 രൂപയ്ക്കോ അങ്ങോട്ട് ഷാർജ വാങ്ങിച്ച് അതുമായിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വരാം. അപ്പം അപ്പോഴും അവൻ പറയുന്നു വീഡിയോ എടുത്ത് തരാടി, നിനക്ക് ലോങ് വീഡിയോ ഇടുമ്പം അതിനുപകരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ലോങ് വീഡിയോസിന് വേണ്ടി അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ അവൻ ബാക്കിൽ ഇരുന്ന്, പിന്നെ എനിക്കൊരു പേടിയായിരുന്നു, ഇവൻ വണ്ടിയിലിരുന്ന് കുലുങ്ങി എങ്ങാനും ചെയ്താൽ വീഴുമോ അത് പിടിക്കാതെ ഫോട്ടോയും എടുത്തുകൊണ്ടിരിക്കുമല്ലേ. പിന്നെ അമ്മാമ്മയും അപ്പൂപ്പനും വീട്ടിൽ മുറുക്കും. അങ്ങനെ മുറുക്കാൻ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ കൊട്ടിയത്ത് നിന്നേ പറഞ്ഞേ, പക്ഷേ കൊട്ടിയത്ത് വെച്ച് മറന്നുപോയി. പിന്നെ ഇതാ ഞങ്ങളുടെ ഉത്സവം നടക്കുന്ന അമ്പലം. ഞാൻ കാണിച്ചു തരാം, ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇതാ ഞങ്ങളുടെ ഉത്സവം നടക്കുന്ന അമ്പലം. ഇവിടെ എൻ്റെ അമ്മാമ്മ നിൽക്കുന്നത്. അപ്പോൾ അമ്മാമ്മയുടെ കൂടെ ഉത്സവ സീസണൊക്കെ ആകുമ്പോൾ അനിയനും വരും സഹായിക്കാൻ. അങ്ങനെ അവൻ മുറുക്കാനൊക്കെ വാങ്ങിച്ച് കടയിൽ നിന്ന് ഇറങ്ങി വന്ന്, എന്നിട്ട് അതും കവറിനകത്തിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോകണേ. ഇവിടെ കുഞ്ഞ് വഴിയായതുകൊണ്ട് നല്ല തിരക്കാണ് എപ്പോഴും. അപ്പം കുഞ്ഞ് ഇടവഴി കൂടെ വലിയ വണ്ടി പോയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബസ്സും കാര്യങ്ങളൊക്കെ കൊട്ടിയത്ത് ബ്ലോക്ക് ആകുമ്പം ഇതുവഴി കയറിയാണ് പോകുന്നത്. അപ്പം എന്താ ഇതുപോലെ കുറേ ആളുകൾ ആ റോഡ് കവിഞ്ഞങ്ങ് നടക്കും. അപ്പം നമുക്ക് വണ്ടി ഓടിക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെയും നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ വണ്ടിയിൽ വീട് വരെ എത്തും. ഇതാ ഞങ്ങളുടെ ലൈബ്രറി. ഈ ഭാഗത്താണ് ലൈബ്രറി. ഇച്ചിരി അകത്തോട്ട് അവൻ വീഡിയോയിൽ എടുത്തില്ല, അവിടെ ലൈബ്രറി. പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി ഇതാ, ആളുകളും എല്ലാം ഉണ്ട് റോഡിൽ മൊത്തം. കാരണം വൈകുന്നേരം കൂടെ ആയതുകൊണ്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളുമാണ്. അങ്ങനെ ഇതുവഴി കയറി. ഇത് ഞങ്ങളുടെ ചപ്പാത്തിക്കട, ഇത് ഫ്രണ്ടിലൊരു ചപ്പാത്തിക്കടയുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങളുടെ വീട്. അങ്ങനെ ഇപ്പോൾ ഇൻ്റർലോക്കിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് വീട്ടിൽ മറ്റേ ഫ്രണ്ടിൽ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ പിന്നെ അവൻ ഗേറ്റൊക്കെ തുറന്നു വന്ന് ഞാൻ പെട്ടെന്ന്
അകത്തോട്ട് കയറി വെച്ച ഉടനെ ഞാൻ പറഞ്ഞില്ലേ ഇതാ നിൽക്കും ഞങ്ങളുടെ വണ്ടിയുടെ സൗണ്ട് കേട്ട ഉടനെ വന്ന് എന്തോ വാങ്ങിച്ചമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അവൾക്ക് ഷാർജയായിരുന്നു വാങ്ങിച്ച. കുറേ നാളായല്ലോ, പനിയും കൂടെ ആയതുകൊണ്ട് തണുപ്പ് ഐറ്റംസ് ഐസ്ക്രീമോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കുടിക്കാറില്ലല്ലോ. അങ്ങനെ പിന്നെ ഇത് വാങ്ങിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര ഇതായി. ഇപ്പം നാക്കില്ല ഒരു കുഴ ആവും ഇത് കുടിച്ചപ്പോഴേ. തണുത്ത് കുടിക്കുമ്പോൾ അങ്ങനെ ആവുമല്ലോ. ഇതെൻ്റെ അമ്മാമ്മ കിടന്നുറങ്ങുന്നു. അവർ വന്നിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ. ഇപ്പം തന്നെ പോകണം. കിടക്കുമ്പം 4:30 ആകുമ്പോൾ അവർക്ക് വീണ്ടും അമ്പലത്തിൽ പോകണം. പിന്നെ അവൾക്ക് ഷാർജ കൊടുത്തു. സംഭവം ഇഷ്ടപ്പെട്ട ആൾക്ക്. തണുപ്പൊക്കെ കുടിച്ചിട്ട് ഒരുപാട് നാളായല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ചായ ഇടാൻ വേണ്ടിയിട്ട് കയറി. കാപ്പിയും തേയിലയും രണ്ടും സെപ്പറേറ്റ് ഇട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അഥവാ പാല് പിരിഞ്ഞു പോയാലെന്നും വിചാരിച്ചുകൊണ്ട്. പിന്നെ അടുക്കളയിൽ വന്നത് രണ്ടും കൂടെ കിടന്ന് ബഹളമായിരുന്നു. അങ്ങനെ പാലും കാച്ചി. ഇത്രയും പാല് കാച്ചുന്നതെന്ന് വെച്ചാൽ വെള്ളം ചേർക്കാതെ കാച്ചി വെക്കുന്നത്. കാരണം വൈകുന്നേരം ആകുമ്പം ഒരു കാഷ്യൂ വിറ്റ എന്ന് പറയുന്നൊരിതുണ്ട്. അപ്പോൾ അത് വെച്ച് പാറുവിനും ഞങ്ങൾക്ക് എല്ലാവർക്കും കാച്ചാൻ വേണ്ടിയിട്ട്. അങ്ങനെ വൈകുന്നേരം ഇവിടെ മഴയായിരുന്നു. അപ്പം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കി നിർത്തി അങ്ങനെ അവർ കുറേ നേരം നിന്ന് കൊത്തിപ്പറക്കിക്കൊണ്ട് വരും. കാരണം എപ്പോഴും കൂട്ടിലല്ലേ ഇട്ട്. പിന്നെ ഇത് ഞങ്ങൾ 3 പേര് അവ അമ്പലത്തിൽ പോകാൻ റെഡി ആയിക്കൊണ്ട് തന്നെ ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നത്. അത് വീഡിയോ എടുക്കുന്നതിൻ്റെ പുറത്ത് മാത്രം. അല്ലാതെ ഞങ്ങൾ തമ്മിൽ നേരിൽ കണ്ടാടിയ ഉള്ള കാര്യം പറയണമല്ലോ. പക്ഷേ അത് എക്സ്പ്രഷൻ വാരിക്കോരി ഇട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഭയങ്കര സ്നേഹമായിരിക്കും. ഒന്ന് ചുമ്മാതാ, ഒരു സ്നേഹവും ഇല്ല. സംഭവം വീഡിയോ എടുക്കുന്നതിൻ്റെ പുറമേ മാത്രം. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു. ഇന്ന് മോര്, മുട്ട ചിക്കിയത്, അവിയൽ, അച്ചാർ, പപ്പടം ഉണ്ടായിരുന്നു. അത് ഇതിനകത്ത് എടുക്കാൻ മറന്നു പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിച്ചിട്ട് വീണ്ടും മഴയത്ത് കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ടിറങ്ങി. പക്ഷേ മഴ അപ്പോഴത്തേക്ക് ജസ്റ്റ് ചാറുന്നതേ ഉള്ളായിരുന്നു. അപ്പം ഞങ്ങൾ വീണ്ടും അങ്ങ് അകത്ത് കയറി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കുളിക്കുകയൊക്കെ ചെയ്ത് വീടൊക്കെ ഒതുക്കണമായിരുന്നു. തൂക്കം തുടപ്പൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് 6:30 കഴിഞ്ഞപ്പോൾ കുളിച്ച് പിന്നെ ഇവൾക്ക് മുടിയില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനിപ്പം കണ്ണും പിരിവും ഒന്നും എഴുതത്തില്ല. അപ്പം ആൺകൊച്ചുങ്ങളെ കണക്കല്ലേ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, അമ്മേ ഇച്ചിരി കരിയൊക്കെ എഴുതാം അമ്മേ, എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ച് സത്യമാണല്ലോ, ഇത് കണ്ടു കഴിഞ്ഞ് ഉറങ്ങുമെന്ന് വിചാരിക്കും. സംഭവം ഉറങ്ങുമല്ല, ചുമ്മാ ആക്ടിങ് ആണ്. കണ്ടോ? രാത്രിത്തേക്ക് പച്ചടിയും ഇന്നലെ തോരനും അധികം ഉണ്ടായിരുന്നു. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു.